ഇപ്പോഴുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കണമെന്ന് ആവശ്യമില്ല, അവിടെ എത്തിയിട്ട് പഠിച്ചാൽ മതി എന്നാ. അല്ല, നിങ്ങൾ വിചാരിക്കും ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന്. പല കുട്ടികളും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂപ്പരുടെ മാർക്ക് വരും 44.5% മാർക്കാ. ആളാ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആൾ അച്ചീവ് ചെയ്തെന്നാണെന്നറിയോ? നിങ്ങൾ ഇപ്പോഴും എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എക്സാംസ് ഭയങ്കര ഈസി ആവും, ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറെ കറക്കി കുത്തിയാലും അല്ലെങ്കിൽ കുറെ എന്തെങ്കിലും കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സാംസ് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതി എക്സാം ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴും മക്കളെ, നിങ്ങളുടെ എക്സാം പാറ്റേൺ ഒന്ന് നോക്കി നോക്ക്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നന്നായിട്ട് വായിച്ചു നോക്ക്. നിങ്ങളുടെ PYQs വെച്ചിട്ടൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. നമ്മളുടെ എക്സാംസ് ഇപ്പോൾ ടഫറായിട്ട് വരുവാണ്. SSLCയിൽ നടക്കുന്ന എക്സാംസ് ഒക്കെ ഇപ്പോൾ ഈവൻ അത്രയും അടിപൊളിയായിട്ട് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ അത്രയും നല്ല മാർക്സിലേക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ ഇപ്പോഴേ ഉഴപ്പിക്കൊണ്ടാണ് നടക്കുന്നത്. നമുക്കൊരു ബോധവുമില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് SSLCയിൽ എത്തിയിട്ട് ഞാൻ ഭയങ്കര അടിപൊളിയാക്കി മാറ്റിക്കോളാം, അല്ലെങ്കിൽ ഞാൻ കുറേ കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ചോളാം, ഇപ്പം ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ തെണ്ടിത്തെറി നടന്നാൽ മതി, ഒന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുട്ടികളായിരിക്കും മക്കളെ നിങ്ങൾ. നിങ്ങളുടെ നല്ല ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSLCയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയുള്ള നമ്മളുടെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ SSLCയാ അല്ലേ? 10th നമുക്ക് അടിപൊളി മാർക്സ് വാങ്ങിക്കണം. നമ്മളെല്ലാവരും ഇങ്ങനെ കൊതിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അസൂയപ്പെട്ട് നോക്കി നിൽക്കുന്ന രീതിയിലൊരു മാർക്ക് നമ്മൾ കൊണ്ടുവരണം SSLCൻ്റെ അകത്ത്. അതാ നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നം. ആ സ്വപ്നം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്യൂലപ്പ് ചെയ്യണം. അതിനിങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ലേ, ആ കത്തുന്ന തീയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. അതിന് നിങ്ങൾ ഇപ്പോൾ ഈ നടത്താൻ പോരാ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഷോർട്ട് കട്ട് ഇല്ല ഇതിനൊന്നും. കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിച്ചാലല്ലാണ്ട് ഇവനി വരുന്ന ഈ എക്സാംസ് ഒന്നും നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് എഴുതിയെടുക്കാനോ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കിലേക്ക് അല്ലെങ്കിൽ SSLCയിൽ നല്ല അടിപൊളി മാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താനോ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴും 7, 8, 9 വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഇപ്പോൾ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കണമെന്ന് ആവശ്യമില്ല, അവിടെ എത്തിയിട്ട് പഠിച്ചാൽ മതി എന്നാ. അല്ല, SSLCയിൽ എത്തിയിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനാണ്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇങ്ങനെ പോയി SSLCയിൽ നമ്മളുടെ സ്ഥിതി ഇത് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇപ്പോഴേ ആ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ 10th എത്തുന്ന സമയത്ത് ആ ഒരു സീരിയസ്നെസ്സിൽ ആ ഒരു ഹാർഡ് വർക്ക് പുട്ടിൻ ചെയ്തുകൊണ്ട് ആ ഒരു എഫേർട്ട് കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ എഴുതാനുള്ള ഒരു കഴിവ് നമുക്ക് വരുള്ളൂ. ഇപ്പോഴേ നമ്മൾ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നമ്മളെക്കാൾ മുന്നേ സഞ്ചരിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികളും നിങ്ങൾ വിചാരിക്കും ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന്. പല കുട്ടികളും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോഴേ പ്രിപ്പറേഷൻ മോഡ് ചേഞ്ച് ചെയ്തു. പുതിയ റിവൈസ്ഡ് എക്സാം പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോഴും പല കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എക്സാംസിൽ പുതിയ ക്വസ്റ്റ്യൻസ് എടുത്ത് ട്രൈ ഔട്ട് ചെയ്യുന്നു, പുതിയ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് പല രീതിയിൽ മാറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളിതൊന്നും ചെയ്യുന്നില്ല. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് എഡിജുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന കുട്ടികൾക്ക് മാത്രമേ 10ാം ക്ലാസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു അടിപൊളി മാർക്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ മാർക്കുകളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ ഇനിയും നമ്മളെ പറ്റിക്കുന്നത് ഒഴിവാക്കണം. നമ്മളിപ്പോഴും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചോളും എന്നാണ്. മക്കളെ, ഇനിയുള്ള കാലത്ത് അത് നടക്കാൻ പോകുന്നില്ല. പ്ലീസ് ഗെറ്റ് ഇൻ ദാറ്റ്. നിങ്ങൾ അത് എപ്പോഴെങ്കിലും അത് റിയലൈസ് ചെയ്ത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. കാരണം ഇന്ന് തുടങ്ങിയാലല്ലാണ്ട് നാളെ എന്നൊരു വേർഡ് നമ്മളുടെ ഡിക്ഷണറിയിലേ ഇല്ല. ഇന്ന് ഈ ദിവസം നിങ്ങൾ തുടങ്ങിയാലല്ലാണ്ട് നമ്മളുടെ ഡ്രീമിലേക്ക് നമ്മളെ കൊണ്ട് എത്താൻ പറ്റാതെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10ാം ക്ലാസ്സിൽ നമ്മൾ അത്രയും സ്വപ്നം കണ്ട് അത്രയും ആഗ്രഹിച്ച് നമ്മൾ അത്രയും നമ്മളുടെ പേരൻസും നമ്മളും ഒക്കെ കഷ്ടപ്പെട്ട് SSLCയിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് ഒരു മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ കഴിഞ്ഞാൽ നിങ്ങൾ ആ റിഗ്രറ്റും കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോട്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടെ നന്നായി പഠിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ അന്ന് ആലോചിക്കും, 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് മിസ്സ് പറഞ്ഞത് നിങ്ങൾ ആലോചിക്കും, അന്ന് മിസ്സ് പറഞ്ഞത് കേട്ടിട്ട് ആ ക്ലാസ്സിലെ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, 8ലെ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, 9ലെ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. നിങ്ങൾ ആലോചിക്കും. അന്ന് നിങ്ങളത് ആലോചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. മക്കളെ, അന്ന് അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തുടങ്ങണം. ടുഡേ. നാളെ എന്നില്ല. നാളെ തുടങ്ങാന്നല്ല, ഇന്ന് തുടങ്ങണം. നിങ്ങളുടെ പുതിയ എക്സാം പാറ്റേൺ ആണ്, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നിങ്ങൾ പല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ഹാർഡ് വർക്ക്. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഇല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഹാർഡ് വർക്ക്. നിങ്ങൾ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ അവിടെ മറ്റുള്ള കുട്ടികളൊക്കെ വെറുതെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്കോട് കൂടി ഫോക്കസോട് കൂടി നിങ്ങൾ പണിയെടുക്കാൻ റെഡിയില്ല എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പോവും. ഇപ്പോഴേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ചോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ഇനി പലരുടെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയിട്ടുള്ള മാർക്ക് ഉണ്ടാവും അല്ലെ, ഇത്രയും കാലം നമ്മൾ പഠിച്ചൊരു രീതി ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന ഒരു ആവറേജ് മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് കണ്ടിട്ട് ഒരുവിധം കുട്ടികളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, ഇല്ല
എന്നെക്കൊണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല, ഞാനിതൊന്നും ചെയ്തെടുക്കുകയില്ല, എന്നെക്കൊണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല, ഞാൻ വിചാരിച്ചൊന്നും നടക്കൂല, ഞാൻ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ തോട്ടാണ് നമ്മളുടെ മനസ്സിൽ മൊത്തം. നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. പണ്ട് IAS പ്രദീപ് സിംഗ് എന്ന് പറഞ്ഞൊരു പിന്നെ നമ്മുടെ UPSC എക്സാം എഴുതിയൊരു ചേട്ടനുണ്ട്. മൂപ്പര് പണ്ട്, അതായത് ഏകദേശം വർഷം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ മൂപ്പര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂപ്പരുടെ മാർക്ക് വരും 44.5% മാർക്കാണ്. IAS പ്രദീപ് സിംഗ്, അല്ലെങ്കിൽ നോർത്തിൽ എവിടെയാണ് ആളുടെ വീട്, ആളുടെ മാർക്ക് വരുന്നത് വെറും 44% മാർക്ക് 10ാം ക്ലാസ്സിൽ. ആ മാർക്ക് കിട്ടി അദ്ദേഹം വിചാരിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ കഥ ഈ ലോകം കേൾക്കേണ്ടത് ഇങ്ങനെയല്ല കേൾക്കേണ്ടത്, എൻ്റെ കഥ ലോകം കേൾക്കേണ്ടത് വേറൊരു രീതിയിലാണ്. ആള് ഹാർഡ് വർക്ക് ചെയ്തു, കഷ്ടപ്പെട്ടു, ഡബിൾഡ് ഹിസ് പ്രിപ്പറേഷൻ. ആള് പിന്നെ കഷ്ടപ്പെട്ടിട്ട് ഉറങ്ങാതെ രാത്രികളിൽ ഇരുന്നിട്ട് സ്വന്തം കഴിവിന് എന്താ പറയുക, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവന്നുള്ളതാ. ഇത് എല്ലാവർക്കും ഉണ്ട്. ആൾ ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആൾ അച്ചീവ് ചെയ്തെന്താണെന്നറിയോ? UPSC റാങ്ക് 1, ഇന്ത്യയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് സിവിൽ സർവീസ് എക്സാം. അതിൽ 10ാം ക്ലാസ്സിൽ വെറും 45% മാർക്ക് വാങ്ങിയ ഒരാൾക്ക് UPSCയിൽ റാങ്ക് 1 നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഒരു ഫുൾ A+ വാങ്ങിക്കാനാണോ ഇത്ര പാട്? അല്ല. ആ എഫേർട്ട് നമ്മൾ ഇടുന്നില്ല എന്നുള്ള സത്യം. നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്ക് ആ ഡ്രീം വന്നിട്ടില്ല, നമുക്ക് ആ സ്വപ്നം കയറിയിട്ടില്ല, നമ്മളുടെ ഉള്ളിൽ ആ ഫയർ കത്തുന്നുമില്ല. എടാ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക്, ആ ഒരു ഫയർ, ആ ഒരു തീ ഇങ്ങനെ കത്തി ജ്വലിച്ച് കിടന്നാൽ മാത്രമേ മക്കളെ നമ്മളുടെ ആ മാർക്കിലേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതിന് പലപ്പോഴും പല ആൾക്കാർക്കും എന്ത് ചെയ്യാറില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ പല സമയത്തും പറയും, ഓക്കെ ഇന്ന് മുതൽ ഞാൻ പഠിക്കും, എന്നിട്ട് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കും. പക്ഷെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാവില്ല, കൃത്യമായിട്ട് നമുക്കൊരു ഗൈഡൻസ് വേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം മതിയാവില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തരുന്നതോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് മാത്രം പഠിപ്പിക്കുന്നതോ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം? ക്ലിയർ ഗൈഡൻസ് വേണം, ക്ലിയർ ക്വസ്റ്റ്യൻസ് വേണം, ക്ലിയർ കട്ട് ആൻസേഴ്സ് വേണം, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങൾക്കൊരു ആശങ്കയുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഇതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഉണ്ടോ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ സ്വന്തം ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഫോർ ക്ലാസ് 7 to 9. ഇപ്പോൾ ഈ ഒരു ഓണം എക്സാമിൻ്റെ ഒരു സമയത്ത് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് സമയമില്ല. ഇപ്പം നമ്മളുടെ ഓണം എക്സാം ഓൾറെഡി കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. ഇനി നമ്മളുടെ മുന്നിൽ ഒരു സെക്കൻഡ് പോലും കളയാനില്ല. അതുകൊണ്ട് ഓണം എക്സാം എന്നാണോ കഴിയുന്നത് അതിൻ്റെ തൊട്ട് പിറ്റേന്ന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ ആയിരിക്കും നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളിവിടെ ഒരു ഏർലി ബേർഡ് ഓഫർ, കാരണം ഈ കേരളത്തിലെ മക്കൾ പഠിക്കണം, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാൾക്കും പഠിക്കാതിരിക്കാൻ പറ്റരുത്. അതുകൊണ്ട് നിങ്ങളെടുത്ത് നിന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസിലാണ് ഇപ്പം നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതും ക്ലാസ് 7 ആണെന്നുണ്ടെങ്കിൽ 2,999 കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ 1,799 രൂപയ്ക്കാണ്. ക്ലാസ് 8 3,499 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് 2,299 രൂപയ്ക്കാണ്. അതും 4,299 ക്ലാസ് 9 വരുന്നത്. നിങ്ങൾക്ക് വെറും 2,999 കോഴ്സ് ഫീ നിങ്ങൾക്ക് വരുന്നത്. ഇത്രയും അഫോർഡബിൾ ഫീസിൽ നിങ്ങൾ വിചാരിക്കും ഇതിൽ വെറും ഇനി ക്ലാസ് മാത്രമേ കിട്ടുന്നു. അല്ല, നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നത് എന്താ നോക്ക്. കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഡിസംബറോട് കൂടി കവർ ചെയ്യുന്നുണ്ടാവും. കംപ്ലീറ്റ് സിലബസ് വിത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. വിത്ത് റിവൈസ്ഡ് എക്സാം പാറ്റേണിന്റെ ബേസിസിലാണ് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്കുള്ളത്. AI ഇൻറ്റഗ്രേറ്റഡ് ആപ്പാണ്. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ നമ്മൾ എത്തിച്ചേരും. നമ്മൾ കറക്റ്റ് ഡെയിലി നിങ്ങൾക്ക് ഷെഡ്യൂൾ തരുന്നുണ്ടാവും. പിന്നെ പല കുട്ടികളും ചെയ്യുന്ന ഒരു പ്രശ്നം ഏതാ, ഷെഡ്യൂൾ കിട്ടും പക്ഷേ പഠിക്കില്ല. നമ്മളിവിടെ അങ്ങനെയല്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ വയ്യ നടന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു പേഴ്സണൽ മെൻറ്ററിനെയും കൂടെ തരും. നിങ്ങൾ ഡെയിലി നിങ്ങളടുത്ത് നിന്ന് അപ്ഡേറ്റ് എടുക്കും. നിങ്ങൾ എവിടെ എന്ത് ചെയ്തു എന്ന് വരെ പേഴ്സണൽ മെൻറ്റർ നിങ്ങൾ ദിവസവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സ്റ്റഡി ജേർണിയിൽ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തത് മുതൽ എൻഡ് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മളുടെ സ്വപ്നം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ പഠിക്കാനൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിൻ്റെ പേരിൽ, പഠിക്കാൻ റിസോഴ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച മാർക്കിലേക്ക് എത്താൻ പറ്റാതെ പോകരുത്. കാരണം നമുക്കൊക്കെ സ്വപ്നങ്ങളുള്ളവരാ, നമ്മളൊക്കെ നല്ല ഫ്യൂച്ചേഴ്സ് ആഗ്രഹിക്കുന്നവരാ, നമുക്കൊക്കെ നല്ല കരിയർ വേണം, നല്ല രീതിയിൽ നല്ല ജോലി വേണം, നന്നായിട്ട് സമ്പാദിക്കണം. ഇതൊക്കെ നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, നിങ്ങളുടെയും സ്വപ്നമാണ്. നിങ്ങൾക്ക് ആ സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നേടിയെടുത്ത് തരിക എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ബാധ്യതയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ ഇതിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് A+ ഉറപ്പ് എന്നുള്ളൊരു വാഗ്ദാനം തന്നെയാണ്. പക്ഷേ അത് ഞങ്ങളടുത്ത് വെറുതെ വന്ന് ഇരുന്നാൽ കിട്ടൂല. പക്ഷേ നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ തരുന്നുണ്ടാവും. ആ ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായ പ്ലാനോട് കൂടി നമ്മൾ തരുന്ന അതേ ഷെഡ്യൂളിൽ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ
ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാറ്റം നിങ്ങൾ അവിടെ നിന്ന് കാണാൻ തുടങ്ങും. മക്കളെ, മാറ്റം എന്ന് പറയുന്നത് വെറുതെ വരുന്നതല്ല. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വെറുതെ കൊടുക്കുന്ന സാധനമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്തും നിങ്ങളെ കൊണ്ട് തീരെ വയ്യാത്ത സമയത്തും നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നാത്ത സമയത്തും വീണ്ടും നമ്മൾ അവിടെ ഇരുന്ന് ബുക്ക് എടുത്തിട്ട് വായിക്കാൻ തോന്നുന്ന ഒരു മനസ്സുണ്ടല്ലോ, അവിടെയാണ് ഹാർഡ് വർക്ക് വരുന്നത്. ആ ഹാർഡ് വർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അത്രയും വലിയൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നം നിങ്ങൾക്ക് നമ്മൾ കത്തി ജ്വലിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് താഴെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഫയർ കത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ കഥ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കഥ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ പുതിയ സ്റ്റോറി എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാച്ചിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് ഞങ്ങളുടെയും കൂടെ സ്വപ്നമായിരിക്കും. സ്വപ്നത്തിലേക്ക് നടന്നെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ഡിറ്റർമിനേഷൻ വേണം, ആ ഫോക്കസ് വേണം. അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തരാനും റെഡിയാണ്.